ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. ബർത്തേമിയൂസ് എന്ന അന്ധന് കാഴ്ച നൽകുന്ന സുവിശേഷ ഭാഗമാണിത്. ഒരു അന്ധന് കാഴ്ച നൽകുന്ന അത്ഭുതം എന്നതിലുപരി വിശ്വാസത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ബർത്തേമിയൂസ് എന്ന ഈ അന്ധൻ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. ബർത്തേമിയൂസിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ബർത്തേമിയൂസ് ആരാണെന്ന് നാം അറിഞ്ഞിരിക്കണം. കാരണം വിശ്വാസികളായ നമ്മുടെയൊക്കെ പ്രതിഫലനമാണ് ബർത്തേമിയൂസ്. സുവിശേഷം ബർത്തേമിയൂസിനെ കുറിച്ച് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, ബർത്തേമിയൂസ് ഒരു അന്ധനായിരുന്നു. 2, ബർത്തേമിയൂസ് ഒരു യാചകനായിരുന്നു. 3, ബർത്തേമിയൂസിന് ഒരു പേരുണ്ടായിരുന്നു. ബർത്തേമിയൂസ് അന്ധനായിരുന്നു. ബാഹ്യമായ അന്ധത അദ്ദേഹത്തിൻ്റെ ആന്തരികമായ വെളിച്ചത്തെ ഒരിക്കലും കെടുത്തിയിരുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും ബാഹ്യമായ കാഴ്ചയുള്ളവരാണെങ്കിലും ആന്തരികമായ അന്ധത ഉള്ളവരാണ്, ആത്മീയമായ അന്ധത ഉള്ളവരാണ്. ഇത് നാം ആദ്യം അംഗീകരിക്കണം. നമുക്കെല്ലാം അറിയാം, നാം എല്ലാം കാണുന്നുവെന്ന് വിചാരിക്കുന്നിടത്ത് ഒരിക്കലും വിശ്വാസം വളരുന്നില്ല. 2, ബർത്തേമിയൂസ് ഒരു യാചകനാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ യാചകന്മാരാണ്. കാരണം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ തിരിച്ചറിവാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് വളർത്തുന്നത്. 3, ബർത്തേമിയൂസിന് ഒരു പേരുണ്ടായിരുന്നു. തിമിയോസിൻ്റെ പുത്രനായ ബർത്തേമിയൂസ്. നമുക്കും ഒരു പേരുണ്ട്, ഏകദൈവത്തിൻ്റെ മക്കൾ എന്ന പേര്. ഇത് നാം മറന്നു പോകുമ്പോഴാണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നത്. ഇനി ബർത്തേമിയൂസിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. 7 കാര്യങ്ങളാണ് ബർത്തേമിയൂസിൻ്റെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. 1, വിശ്വാസം കാണുന്നു. ഫെയ്ത്ത് സീസ്. നസറായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് അവൻ യേശുവിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഉള്ളിലെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് അവൻ യേശുവിനെ തിരിച്ചറിയുകയാണ്. ബർത്തേമിയൂസിനെ പോലെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 2, വിശ്വാസം നിലനിൽക്കുന്നു. ഫെയ്ത്ത് പെർസിസ്റ്റ്. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രാ, എന്നിൽ കനിയണമേ. പ്രതിസന്ധികളും പ്രലോഭനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ കൈവിടാതെ പ്രഘോഷിക്കുവാൻ സാധിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ വലിയ വിജയം. വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ യേശുവിനെ ഉറക്കെ വിളിച്ചു പറയുവാൻ, പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 3, വിശ്വാസം പ്രതികരിക്കുന്നു. ഫെയ്ത്ത് റെസ്പോൺസ്. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശുവിൻ്റെ വചനത്തിലേക്കുള്ള തുറവിയാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്. യേശുവിൻ്റെ വചനം ശ്രവിക്കുവാനും അത് ശ്രദ്ധിക്കുവാനും നമുക്ക് സാധിക്കണം. വ്യക്തികളിലൂടെയും സുവിശേഷത്തിലൂടെയും യേശു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി വിശ്വാസം ഉപേക്ഷിക്കുന്നു. ഫെയ്ത്ത് അബാൻഡൻസ്. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി. ഈ പുറംകുപ്പായം ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് നമ്മളെ തടയുന്ന എന്തുമാകാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന എന്തുമാകാം. നിരന്തരം ഈ പുറംകുപ്പായങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കുതിച്ചു ചാടുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസം അപേക്ഷിക്കുന്നു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടുകിട്ടും. നിരന്തരം ആത്മീയ കാഴ്ചയ്ക്ക് വേണ്ടി, വെളിച്ചത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. നിരന്തരം യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നു കിട്ടൂ. വിശ്വാസം രക്ഷിക്കുന്നു. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. വിശ്വാസം
രക്ഷിക്കുന്നതാണ്. വിശ്വാസമുള്ളിടത്തെ രക്ഷയുടെ അനുഭവങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അത് പാപത്തിൽ നിന്നത് രക്ഷയാകാം, വിശ്വാസമില്ലായ്മയിൽ നിന്നുള്ള രക്ഷയാകാം. നിരന്തരം രക്ഷിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ അടിയുറച്ച വിശ്വാസം വേണം. അവസാനമായി വിശ്വാസം അനുഗമിക്കുന്നു. അവൻ യേശുവിനെ അനുഗമിച്ചു. വിട്ടുമാറാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വളരുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.